വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഈ കഴിഞ്ഞ ജൂൺ 17 നടന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ 1921-22 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി 4. തെറ്റായ പ്രസ്താവന: റാണി ഗേഡിലുവിൻ്റെ നേതൃത്വത്തിൽ നാഗാലാൻഡിൽ വിദേശ ശക്തികൾക്കെതിരെ പോരാട്ടങ്ങൾ നടന്നു. ആയിരത്തി 1857 കലാപത്തിന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ ഡി നാനാ സാഹിബ്. 1857 കലാപത്തിന്, അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? നാനാ സാഹിബ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 3, 4 ശരിയാണ്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ക്യാപ്റ്റൻ ഡിലനോയുടെ സഹകരണത്തോടെ തിരുവിതാംകൂർ സൈന്യത്തെ ആധുനികവൽക്കരിച്ചു. പതിവ് കണക്ക് എന്ന പേരിൽ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 1753 ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരെന്ന് തിരിച്ചറിയുക. അമേരിക്കൻ ഐക്യനാടുകളുടെ 3ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. അമേരിക്ക ഫ്രാൻസിൽ നിന്നും ലൂസിയാന വിലയ്ക്ക് വാങ്ങിയത് ഇദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ പ്രധാന ശില്പികളിൽ ഒരാളായിരുന്നു. ഓപ്ഷൻ എ തോമസ് ജെഫേഴ്സൺ. അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ ബി ഇന്ത്യ. ഹിമാലയൻ നദികളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2 എന്നിവ ഹിമാലയൻ നദികളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. ഹിമാനികളുടെ ഉരുകലും മഴയും കാരണം ഇവ സ്ഥിരപ്രവാഹ നദികളാണ്. ഇവയുടെ താഴ്ന്ന ഭാഗങ്ങളിൽ വിശാലമായ പ്രളയ സമതലങ്ങൾ രൂപപ്പെടുന്നു. ജാർഖണ്ഡിലെ ജാരിയ പ്രധാനമായും എന്തിനാണ് പ്രസിദ്ധം? ഓപ്ഷൻ സി ഉയർന്ന നിലവാരത്തിലുള്ള കോക്കിംഗ് കൽക്കരി. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഫൈനൽ ആൻസർ കീയിൽ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഈ എക്സാം എഴുതിയവർക്ക് ഇതിൻ്റെ ആൻസർ കീ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേഞ്ചും ഡിലീഷനും, ചേഞ്ചിന് സി എന്ന് കൊടുക്കാം, ഡിലീഷന് ഡി എന്ന് കൊടുക്കാവേ. ഓക്കെ, അപ്പോൾ ഇവിടെ ചേഞ്ച് വന്നിട്ടുണ്ട്. എട്ടാമത്തെ സി ആണ്, ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ചേഞ്ച് ആയിട്ടുണ്ട്. ചോദ്യം ഇതായിരുന്നു: കൊല്ലം ജില്ലയിലെ ചവറ പ്രദേശത്ത് ഖനനം ചെയ്യുന്ന ധാതുക്കളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2 എന്നിവ. ഇപ്പോൾ കൊല്ലം ജില്ലയിലെ ചവറ പ്രദേശത്ത് ഖനനം ചെയ്യുന്ന ധാതുക്കളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ: മോണോസൈറ്റ് ആണവോർജത്തിനായി ഉപയോഗിക്കുന്ന തോറിയത്തിൻ്റെ പ്രധാന ഉറവിടമാണ്. സിർക്കോൺ സെറാമിക് ഉൽപ്പന്നങ്ങൾ ആധാര്യമാക്കാനും അവയുടെ താപപ്രതിരോധ ശേഷി കൂട്ടാനും ഉപയോഗിക്കുന്നു. താഴെ പറയുന്നവയിൽ ഛോട്ടാനാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായ ഉപപീഠഭൂമി ഏതാണ്? ഓപ്ഷൻ ഡി ഹസാരിബാഗ് പീഠഭൂമി. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2 എന്നിവ. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായവ: ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കടൽപ്പാലമാണ്. കൂടാതെ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഔദ്യോഗികമായി നാമകരണം ചെയ്തിരിക്കുന്നത്. ഇത് മുംബൈയിലെ സേവറിയെ നവി മുംബൈയിലെ നവാഷേവയുമായി ബന്ധിപ്പിക്കുന്നു. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി JM കെയ്ൻസ്.
പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമായി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ശരിയായ ജോഡി? ഓപ്ഷൻ എ ആദായ നികുതി, കെട്ടിട നികുതി. ഇന്ത്യയിൽ നടപ്പിലാക്കിയ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ്? ഓപ്ഷൻ ബി 1956 മുതൽ 1961 വരെ. ഇന്ത്യയിൽ നടപ്പിലാക്കിയ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ്? 1956 to 61. താഴെ നൽകിയവയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി പ്രവർത്തിക്കുന്നു, വായ്പകളുടെ നിയന്ത്രകനായി പ്രവർത്തിക്കുന്നു, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു, വിദേശ വിനിമയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നു. താഴെ നൽകിയവയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആയി പ്രവർത്തിക്കുന്നു, വായ്പകളുടെ നിയന്ത്രകനായി പ്രവർത്തിക്കുന്നു, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു, വിദേശ വിനിമയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് എപ്പോഴാണ്? ഓപ്ഷൻ ബി ഏപ്രിൽ 2023. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് ഏത് പദ്ധതിയിലെ നിർദ്ദേശപ്രകാരമാണ്? ഓപ്ഷൻ ഡി ക്യാബിനറ്റ് മിഷൻ പദ്ധതി. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് ഏത് പദ്ധതിയിലെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് മിഷൻ പദ്ധതി. അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട് 3 ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ ബി 7ാം പട്ടിക. സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനയുടെ ഭേദഗതി ഏത്? ഓപ്ഷൻ എ 44. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മന്ത്രിമാരുടെ എണ്ണം പാർലമെന്റിലെ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ മൊത്ത എണ്ണത്തിന്റെ 15% കവിയരുതെന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ സി 91ാമത് ഭേദഗതി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏത്? ഓപ്ഷൻ ഡി സർക്കാരിയ കമ്മീഷൻ. സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 1 and 2. സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ശുപാർശകൾ നൽകുന്നു. താഴെ തന്നിട്ടുള്ളവയിൽ ഈ ഡിസ്ട്രിക്ട് സർവീസുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. താഴെ തന്നിട്ടുള്ളവയിൽ ഈ ഡിസ്ട്രിക്ട് സർവീസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ജനങ്ങൾക്ക് പൊതുസേവന കേന്ദ്രങ്ങൾ വഴി സർക്കാരിൻ്റെ സേവനങ്ങൾ നൽകുന്ന പദ്ധതി. സേവനങ്ങൾ ഓൺലൈൻ വെബ് പോർട്ടൽ വഴി ലഭ്യമാകുന്നു. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നു. സ്നേഹപൂർവം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി മാതാപിതാക്കളിൽ ആരെങ്കിലും മരണമടഞ്ഞതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ കുട്ടികൾക്ക് നൽകുന്ന പഠന സഹായ പദ്ധതി. സ്വദേശ് സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം. ഓപ്ഷൻ ഡി KSFE. സ്വദേശ് സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം KSFE. ഓസോൺ പാളിയുടെ കനം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഓപ്ഷൻ ബി ഡോബ്സൺ. ബീറ്റോട്ട് സ്പോട്ട് ഉണ്ടാകാൻ പ്രധാന കാരണം. ഓപ്ഷൻ സി വിറ്റാമിൻ എയുടെ കുറവ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. PSCയിൽ അങ്ങനെ എപ്പോഴും കാണുന്ന ഒരു ചോദ്യമല്ല കേട്ടോ. ബീറ്റോട്ട് സ്പോട്ട് ഉണ്ടാകാൻ പ്രധാന കാരണം വിറ്റാമിൻ എയുടെ കുറവ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം നമ്മൾ പല രോഗങ്ങളും പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് അങ്ങനെ അധികം കേട്ടിട്ടില്ല. അപ്പോൾ ബീറ്റോട്ട് സ്പോട്ട് ഉണ്ടാകാൻ പ്രധാന കാരണം വിറ്റാമിൻ എയുടെ കുറവ്. വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതി. ഓപ്ഷൻ ബി ജീവനി. COP
30 ചർച്ചയിലെ ലോസ് ആൻഡ് ഡാമേജ് LD എന്ന ആശയം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ സി കാലാവസ്ഥാ മാറ്റം മൂലമുള്ള നഷ്ടം. ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ഹൈഗ്രോമീറ്റർ. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം എത്രയാണ്? ഓപ്ഷൻ ബി 0. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചതും കര, കടൽ, ആകാശം എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നതുമായ മിസൈൽ ഏതാണ്? ഓപ്ഷൻ സി ബ്രഹ്മോസ്. താഴെ പറയുന്ന ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? Fe56 26. ഓപ്ഷൻ സി 30. 298 കെൽവിൻ താപനിലയിൽ ഹീലിയം ആറ്റം ഹൈഡ്രജൻ തന്മാത്രയേക്കാൾ 2 മടങ്ങ് ഭാരമുള്ളതാണ്. ഹീലിയത്തിന്റെ ശരാശരി ഗതികോർജം എന്താണ്? ഓപ്ഷൻ ഡി ഹൈഡ്രജൻ തന്മാത്രയുടെ അത്രയും തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാ തീർത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ 100 രൂപയുടെ സ്മരണിക നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹസങ്കരം ഉപയോഗിച്ചാണ്? ഓപ്ഷൻ എ നിക്കൽ സിൽവർ. കച്ചം എന്നാൽ എന്ത്? ഓപ്ഷൻ സി പെരുമാറ്റച്ചട്ടം. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ചോദ്യം ഇതായിരുന്നു: പ്രാചീന കവിത്രയങ്ങളിൽ ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി. ഈ ചോദ്യം PSC ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ഇവിടെ D എന്ന് മാർക്ക് ചെയ്യുവാണേ. ഡിലീറ്റഡ് ആയതുകൊണ്ട് D എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ ചോദ്യത്തിൽ വന്ന ഒരു മിസ്റ്റേക്ക് കാരണമാണ് ഇത് ഡിലീറ്റ് ചെയ്തത് കേട്ടോ. ഇവിടെ ചോദ്യം ഇതാണ്: പ്രാചീന കവിത്രയങ്ങളിൽ ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി. ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി വള്ളത്തോൾ നാരായണ മേനോനാണ്. പക്ഷെ ഇവിടെ ചോദ്യത്തിൽ കണ്ടോ പ്രാചീന കവിത്രയം എന്ന് എഴുതിയിട്ടുണ്ട്. വള്ളത്തോൾ നാരായണ മേനോൻ ഉൾപ്പെടുന്നത് ആധുനിക കവിത്രയത്തിലാണ്. ആധുനിക കവിത്രയങ്ങളിൽ ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി എന്നായിരുന്നു ചോദ്യം വരേണ്ടിയിരുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ വള്ളത്തോൾ നാരായണ മേനോൻ ഉത്തരം വന്നേനെ. അപ്പം ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി വള്ളത്തോൾ നാരായണ മേനോനാണ്. ഈ വള്ളത്തോൾ നാരായണ മേനോൻ ഉൾപ്പെടുന്നത് ആധുനിക കവിത്രയങ്ങളിലാണ്. ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്നത് 3 പേരാണ്. അവരാണ് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്ന 3 പേര് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. അതായത് കുമാരനാശാൻ, ഉള്ളൂർ S പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ. ഇവർ 3 പേരുമാണ് ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഓക്കെ, 15 ലവ് എന്ന പദം ഏത് കായിക മത്സരത്തിലാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ടെന്നീസ്. 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം? ഓപ്ഷൻ ഡി ഇറ്റലി, മിലാനോ കോർട്ടീന. ഇറ്റലിയിലെ മിലാനോ കോർട്ടീന. 2026 ഓസ്കാർ അവാർഡിന് അർഹമായ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത്? ഓപ്ഷൻ ബി വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഇനി 41 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് മാത്സ് ആണ്. മാത്സ് സോൾവ് ചെയ്ത വീഡിയോ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പോയി കണ്ട് പഠിക്കുക കേട്ടോ. ഞാൻ ഇവിടെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആൻസറിൻ്റെ ഓപ്ഷൻ മാത്രം വായിക്കാം. 41B, 42B, 43D, 44B, 45D, 46B, 47 ഡിലീറ്റഡ് ആണ് കേട്ടോ. മാത്സിലെ 47ാമത്തെ ചോദ്യം: കൂട്ടത്തിൽ ചേരാത്ത സംഖ്യ 2, 9, 28, 65, 90, 126. ഈ ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. D എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, എക്സാം എഴുതിയവർക്ക് നോക്കാനുള്ള എളുപ്പത്തിന്. ഓക്കെ, 48ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 48A, 49B, 50A. ഇനി ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, ക്ലാസ് D ഫയറുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ സി 1 മാത്രം ശരിയായ പ്രസ്താവന.
ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം. 52ാമത്തെ ചോദ്യവും ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ചോദ്യം ഇതായിരുന്നു, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ജ്വലനവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? ഇത് ഡി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 52ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണേ. ഒരു വസ്തു ജ്വലന സ്രോതസ്സിൻ്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ഉൽപ്പതനം സബ്ലിമേഷൻ എന്ന പ്രക്രിയ ചുവടെ ചേർക്കുന്ന ഏത് ഖരപദാർത്ഥത്തിലാണ് സംഭവിക്കാത്തത്? ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്. താഴെ പറയുന്നവയിൽ ഏതവസ്ഥയിലാണ് സംവഹനം പ്രധാനമായും നടക്കുന്നത്? ഓപ്ഷൻ ഡി ദ്രാവകങ്ങളിലും വാതകങ്ങളിലും മാത്രം. ദ്രവരൂപത്തിലുള്ള അമോണിയ കൊണ്ടുപോകുന്ന ടാങ്കറുകളിൽ നിർബന്ധമായും പ്രദർശിപ്പിക്കേണ്ട UN നമ്പർ ഏതാണ്? ഓപ്ഷൻ സി UN 1005. മൾട്ടിപർപ്പസ് ABC ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണ്? ഓപ്ഷൻ എ മോണോ അമോണിയം ഫോസ്ഫേറ്റ്. DCP ഡ്രൈ കെമിക്കൽ പൗഡർ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൽ പൗഡർ പുറത്തേക്ക് തള്ളുന്നതിനായി ഉപയോഗിക്കുന്ന വാതകം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്. യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപമാണ്? ഓപ്ഷൻ സി വിശിഷ്ട താപധാരിത. MSDSന്റെ പൂർണ്ണരൂപം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ഡി മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റാ ഷീറ്റ്. ശ്വാസം സാധാരണ രീതിയിൽ പ്രതികരിക്കാത്ത ഒരു മുതിർന്ന വ്യക്തിയെ കണ്ടാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്? ഓപ്ഷൻ സി തോളിൽ തട്ടി ഉറക്കെ വിളിച്ച് പ്രതികരണം പരിശോധിക്കുക. നിലവിലെ AHA മാർഗനിർദ്ദേശ പ്രകാരം ഒരു രക്ഷകൻ ചെയ്യുന്ന മുതിർന്നവരുടെ CPRൽ നെഞ്ചമർത്തലും ശ്വാസവും തമ്മിലുള്ള അനുപാതം എത്ര? ഓപ്ഷൻ ബി 30 നെഞ്ചമർത്തൽ 2 ശ്വാസം. ഹൃദയസ്തംഭനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് AED എന്നാൽ? ഓപ്ഷൻ ബി ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ. ഫ്രെയിംലിംഗ് മാനുവർ അഥവാ അബ്ഡോമിനൽ ത്രസ്റ്റ് ഏത് അടിയന്തരാവസ്ഥയ്ക്കുള്ള ശരിയായ പ്രഥമ ശുശ്രൂഷയാണ്? ഓപ്ഷൻ ബി ബോധമുള്ള മുതിർന്ന വ്യക്തിയുടെ ഗുരുതരമായ ശ്വാസതടസ്സം. വിഷമുള്ള പാമ്പുകടിയേറ്റാൽ ശരിയായ പ്രഥമ ശുശ്രൂഷ ഏതാണ്? ഓപ്ഷൻ സി രോഗിയെ ശാന്തനാക്കി കടിയേറ്റ കൈകാൽ അനക്കാതെ വെച്ച് ഉടൻ ആശുപത്രിയിൽ എത്തിക്കുക. മൂക്കിൽ നിന്ന് രക്തം വരുമ്പോൾ ശുപാർശ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷ എന്ത്? ഓപ്ഷൻ ബി മുന്നോട്ട് കുനിഞ്ഞ് മൂക്കിൻ്റെ മൃദുവായ ഭാഗം 10-15 മിനിറ്റ് പിടിച്ചമർത്തുക. സംസാരിക്കാനോ ചുമയ്ക്കാനോ കഴിയാത്ത ശ്വാസതടസ്സമുള്ള ബോധമുള്ള മുതിർന്ന വ്യക്തി കാണിക്കാൻ സാധ്യതയുള്ള സാർവത്രിക ലക്ഷണം ഏത്? ഓപ്ഷനെ 1-2 കൈകൾ കൊണ്ട് തൊണ്ടയിൽ പിടിക്കുക. എല്ല് തൊലി പൊട്ടിച്ച് പുറത്തേക്ക് വന്നിട്ടുള്ള തുറന്ന ഒടിവിന് ചെയ്യേണ്ട ശരിയായ പ്രഥമ ശുശ്രൂഷ ഏത്? ഓപ്ഷൻ സി മുറിവ് അണുവിമുക്തമായ തുണി കൊണ്ട് മൂടി എല്ലിൽ അമർത്താതെ കൈകാൽ സ്പ്ലിൻറ്റ് ചെയ്യുക. നട്ടെല്ലിന് പരിക്ക് സംശയിക്കുന്ന വ്യക്തിയെ കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്ത്? ഓപ്ഷൻ എ തല, കഴുത്ത്, നട്ടെല്ല് എന്നിവ നേരെയാക്കി നിർത്തുക. ജീവന് ഭീഷണിയുണ്ടെങ്കിൽ മാത്രം അനക്കുക. അപസ്മാരം വന്ന വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി പരിക്കുകൾ ഒഴിവാക്കാൻ ചുറ്റുപാടുകൾ സുരക്ഷിതമാക്കുക. ട്രാൻസ്പോർട്ട് വാഹനം അല്ലാത്ത വാഹനം ഏത്? ഓപ്ഷൻ സി മോട്ടോർ കാർ. മോട്ടോർ വാഹന നിയമപ്രകാരം M കാറ്റഗറി ഏത് തരം വാഹനങ്ങളാണ്? ഓപ്ഷൻ ഡി 4 ചക്ര യാത്രാ വാഹനങ്ങൾ. ഒരു മോട്ടോർ വാഹന ലൈസൻസ് എടുക്കുന്നതിനുള്ള പരമാവധി പ്രായപരിധി എത്രയാണ്? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഒരു മോട്ടോർ വാഹന ലൈസൻസ് പുതുക്കുന്നതിന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഫോം 1A എത്ര വയസ്സ് മുതലാണ് നിർബന്ധമാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ സി 40 വയസ്സ്. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി വാഹനത്തിൽ യാത്രക്കാർ ഉള്ളപ്പോൾ ഇന്ധനം നിറയ്ക്കാവുന്നതാണ്. പബ്ലിക് സർവീസ് വെഹിക്കിൾ തരത്തിൽ പെടാത്ത വാഹനം ഏത്? ഓപ്ഷൻ ഡി ഗുഡ്സ് ക്യാരേജ്. ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന് ഫിറ്റ്നസ് കാലാവധി 2 വർഷത്തേക്ക് നൽകുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഓപ്ഷൻ എ പുതിയ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ. മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 പ്രകാരം റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തുകൂടി മാത്രമേ വാഹനങ്ങൾ ഓടിക്കാൻ പാടുള്ളൂ. റോഡിൻ്റെ ഈ ഭാഗത്തെ ഡാഷ് എന്ന് പറയുന്നു.
ഓപ്ഷൻ ബി കാരിയേജ് വേ. ഏറ്റവും ശരിയായ പ്രവൃത്തി തിരഞ്ഞെടുക്കുക. ഒരു ട്രാഫിക് സിഗ്നൽ ജംഗ്ഷനിൽ പച്ച ലൈറ്റ് സിഗ്നൽ തെളിയുമ്പോൾ ഓപ്ഷൻ ഡി പച്ച ലൈറ്റ് തെളിയുന്ന ദിശയിൽ പോവുക. ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹന ഡ്രൈവർ എല്ലായ്പ്പോഴും കയ്യിൽ കരുതേണ്ട രേഖകളാണ് ഓപ്ഷൻ എ ലൈസൻസും PUC സർട്ടിഫിക്കറ്റും. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം. ഓപ്ഷൻ സി യാന്ത്രികോർജ്ജം താപോർജ്ജമായി മാറുന്നു. ബാറ്ററി ഓപ്പറേറ്റഡ് വാഹനങ്ങളിൽ ഉൾപ്പെടുത്താത്തത്. ഓപ്ഷൻ ബി എൻജിൻ കൂളിംഗ് സിസ്റ്റം, എൻജിൻ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം, ഫ്യൂവൽ സിസ്റ്റം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എങ്ങനെ കുറയ്ക്കാം? ഓപ്ഷൻ സി വാഹന വേഗത കുറയ്ക്കുക, ഡ്രൈവറുടെ ജാഗ്രത വർദ്ധിപ്പിക്കുക, ബ്രേക്ക് ചെയ്യാൻ തയ്യാറാവുക, ബ്രേക്ക് പെഡലിൽ നിങ്ങളുടെ കാല് വയ്ക്കുക. വാഹനത്തിൽ അന്ധബിന്ദു ബ്ലൈൻഡ് സ്പോട്ട് എന്നാൽ എന്ത്? ഓപ്ഷൻ എ വാഹനത്തിൻ്റെ സൈഡ് മിററുകളിലും റിയർ വ്യൂ മിററുകളിലും പതിയാത്ത ഡ്രൈവർക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ കഴിയാത്ത സ്ഥലം. ഒരു വാഹനം കെട്ടിവലിക്കുന്നത് സംബന്ധിച്ച് പാടില്ലാത്തത്. ഓപ്ഷൻ എ ഒരു ഇരുചക്ര വാഹനം മറ്റൊരു വാഹനത്തിൽ കെട്ടിവലിക്കാം. 6 വരിയുള്ള നാഷണൽ ഹൈവേയിൽ വാഹനത്തിന്റെ വേഗത 60 km/മണിക്കൂറായി നിശ്ചയിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി എല്ലാ ഇരുചക്ര വാഹനങ്ങൾക്കും. 87ാമത്തെ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നേ. ചോദ്യം ഇതായിരുന്നു: 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു വ്യക്തി വാഹനം ഓടിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷകൾ. ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ഡി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. വാഹനത്തിൽ സാധനങ്ങൾ കയറ്റുമ്പോൾ അനുവദനീയമായ അളവിൽ നിന്ന് വാഹനത്തിന്റെ പുറത്തേക്ക് സാധനങ്ങൾ തള്ളി നിന്നാൽ ലഭിക്കാവുന്ന പിഴ. ഓപ്ഷൻ സി 20,000 രൂപ. 2017 മോട്ടോർ വെഹിക്കിൾസ് ഡ്രൈവിംഗ് റെഗുലേഷൻ പ്രകാരം പെഡസ്ട്രൽ ക്രോസിംഗ് ഡ്രൈവർ പാലിക്കേണ്ട കാര്യങ്ങൾ. വാഹനം പെഡസ്ട്രൽ ക്രോസിംഗിന് മുമ്പായിട്ടുള്ള സ്റ്റോപ്പ് ലൈനിൽ നിർത്തി കാൽനട യാത്രക്കാരെയും വീൽചെയർ ഉപയോഗിക്കുന്നവരെയും കടത്തിവിടണം. 2017 മോട്ടോർ വെഹിക്കിൾസ് ഡ്രൈവിംഗ് റെഗുലേഷൻ പ്രകാരം റോഡിലെ അടിയന്തര വാഹനങ്ങളുടെ മുൻഗണനാ ക്രമം. ഓപ്ഷൻ ഡി അഗ്നിശമന സേനാ വാഹനം, ആംബുലൻസ്, പോലീസ് വാഹനം, അടിയന്തര മാനേജ്മെന്റ് സർക്കാർ വാഹനം. ഗുഡ്സ് സമരത്തിന്റെ മൊഴി രേഖപ്പെടുത്തേണ്ടി വന്നാൽ പോലീസ് സ്വീകരിക്കേണ്ട നടപടി എന്താണ്? ഓപ്ഷൻ സി അവർക്ക് സൗകര്യപ്രദമായ സമയത്തും സ്ഥലത്തും മാന്യമായി മൊഴി രേഖപ്പെടുത്തുക. ദൃക്സാക്ഷിയാകാൻ തയ്യാറാകുന്ന ഗുഡ് സമരിറ്റനെ ചോദ്യം ചെയ്യാൻ ഏതു ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്? ഓപ്ഷൻ സി ഗുഡ് സമരിറ്റൻ സംസാരിക്കുന്നതും എളുപ്പത്തിൽ മനസ്സിലാകുന്നതുമായ ഭാഷ. ലൈസൻസ് പിടിച്ചെടുക്കാൻ ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന പ്രത്യേക സാഹചര്യം ഏത്? ഓപ്ഷൻ എ നിയമലംഘനത്തിന് ശേഷം ഡ്രൈവർ നോട്ടീസ് കൈപ്പറ്റാതെ ഒളിവിൽ പോകുമെന്ന് സംശയം തോന്നിയാൽ. ഒരു വാഹനം ഉദ്യോഗസ്ഥൻ പിടിച്ചെടുക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഏതാണ്? ഓപ്ഷൻ ബി സാധുവായ പെർമിറ്റോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ ഇല്ലാതെ പൊതുസ്ഥലത്ത് വാഹനം ഓടിച്ചാൽ. ഫാസ്ടാഗ് പ്രവർത്തിക്കുന്നത് ഏത് സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ സി റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ RFID. സ്വകാര്യ വാഹനങ്ങൾക്ക് അടിക്കാൻ പാടില്ലാത്തതും സൈനിക പ്രതിരോധ വാഹനങ്ങൾക്ക് മാത്രമായി മാറ്റിവെച്ചിട്ടുള്ളതുമായ നിറം. ഓപ്ഷൻ സി ഒലിവ് ഗ്രീൻ. തീപിടിക്കുന്ന പദാർത്ഥങ്ങളോ സ്ഫോടക വസ്തുക്കളോ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ സൈലൻസറിൽ തീപ്പൊരി പുറത്തേക്ക് വരാതിരിക്കാൻ ഘടിപ്പിക്കേണ്ട ഉപകരണം ഏത്? ഓപ്ഷൻ ബി സ്പാർക്ക് അറസ്റ്റർ. മുൻവശത്തെ ഇടിയുടെ ആഘാതത്തിൽ ഡ്രൈവറുടെ നെഞ്ചിന് പരിക്കേൽക്കാതിരിക്കാൻ ആധുനിക വാഹനങ്ങളിൽ നിർബന്ധമാക്കിയിട്ടുള്ള സ്റ്റിയറിംഗ് സംവിധാനം. ഓപ്ഷൻ സി കൊളാപ്സിബിൾ സ്റ്റിയറിംഗ്. വാണിജ്യ വാഹനങ്ങളിൽ പരമാവധി വേഗത നിയന്ത്രിക്കുന്നതിനായി ഘടിപ്പിക്കേണ്ട നിർബന്ധിത ഉപകരണം ഏത്? ഓപ്ഷൻ എ സ്പീഡ് ഗവർണർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: ട്രാഫിക് നിയമലംഘനം നടത്തുന്ന വാഹനം തടഞ്ഞു വെക്കാനോ പിടിച്ചെടുക്കാനോ അധികാരമുള്ള ഉദ്യോഗസ്ഥർ ആരെല്ലാം? ഓപ്ഷൻ ബി പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പ്രത്യേകമായി അധികാരപ്പെടുത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. ഓക്കെ. ഈ എക്സാം എഴുതിയവർ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഫൈനൽ ആൻസർ കീ വെച്ച് എത്രയാണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലാത്തവർ ഇതിലെ ആദ്യത്തെ 40 ചോദ്യങ്ങൾ ജനറൽ PSC ടോപ്പിക്സിൽ നിന്നുള്ളതാണ്. അത് ജനറൽ PSC എക്സാം എഴുതുന്നവരെല്ലാവരും പഠിക്കുക. ഇനി വരുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ പി എസ് സിയുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.